ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. ഇന്ന് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് EVS അഥവാ പരിസര പഠനമായിരുന്നല്ലേ ക്ലാസ്. അപ്പോൾ ഇന്ന് ടീച്ചർ നമുക്കൊരു പുതിയ പാഠം എടുത്തല്ലേ. പിന്നെ നമുക്ക് പക്ഷികളെ കുറിച്ചെല്ലാം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലേ. പിന്നെ നമുക്കിന്നൊരു വർക്കും തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ 3ാമത്തെ പാഠം അവിടെ അവസാനിച്ചു. ഇന്ന് നമുക്ക് എടുത്തത് 4ാമത്തെ പാഠമാണ്, പക്ഷികളുടെ കൗതുക ലോകം, വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ് എന്ന പാഠമാണ് നമുക്കിന്ന് എടുത്തത്. അപ്പോൾ അതിലെ ആദ്യത്തെ ഭാഗങ്ങൾ മാത്രമേ നമുക്കിന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ പക്ഷികളുടെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കൊരു പക്ഷിയെ കാണിച്ചു തന്നല്ലേ. നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്ന ഒരു സൂത്രശാലിയായ പക്ഷിയാണല്ലേ. ഏതാണത്? കാക്ക അഥവാ ക്രോ ആണല്ലേ. പിന്നെ നമുക്ക് നന്നായി പാട്ട് പാടുന്ന നല്ല ശബ്ദമുള്ള ഒരു പക്ഷിയെ കാണിച്ചു തന്നല്ലേ. ഏതാണത്? കുയിൽ, കൊക്കു. പിന്നെ ഏത് പക്ഷിയാണ് നമുക്ക് കാണിച്ചു തന്നത്? പെൺപക്ഷിയേക്കാൾ ഭംഗിയുള്ളത് ആൺപക്ഷിയാണെന്നൊക്കെ പറഞ്ഞു തന്നല്ലേ ടീച്ചർ. അപ്പം അതേതാണ്? മയിൽ, പീക്കോക്ക്. പിന്നെ നമുക്ക് കാണിച്ചു തന്ന പക്ഷിയാണല്ലേ ചെമ്പോത്ത്, കൗക്കൽ. പിന്നെ നമുക്ക് പച്ച നിറമുള്ള ചുവന്ന ചുണ്ടുകളുള്ള നല്ലൊരു പക്ഷിയെ കാണിച്ചു തന്നല്ലേ, നല്ല ഭംഗിയുള്ള. ഏതാണ് പക്ഷി? തത്ത, പാരറ്റ്. പിന്നെ നമുക്ക് വേഗം മീനിനെയൊക്കെ കൊത്തിയിട്ട് പെട്ടെന്ന് തന്നെ പറക്കാൻ കഴിവുള്ള ഒരു പക്ഷിയെ കാണിച്ചു തന്നല്ലേ. ഏതാണ് പക്ഷി? പൊന്മാൻ, കിങ്ഫിഷർ. പിന്നെ നമുക്ക് പകൽ സമയങ്ങൾ വിശ്രമിച്ച് രാത്രി കാലങ്ങളിൽ തീറ്റ തേടി ഇറങ്ങുന്ന ഒരു പക്ഷിയെ കാണിച്ചു തന്നല്ലേ. ഏതാണത്? മൂങ്ങ, ഔൾ. പിന്നെ കൂട്ടുകാർ ശ്രദ്ധിച്ചോ, ഇങ്ങനെ കാലുകളായിട്ട് ഏത് പക്ഷിയാണ് കൂട്ടുകാർ കണ്ടിട്ടുള്ളത്? കൂട്ടുകാർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അല്ലേ ഏത് പക്ഷിയാണതെന്ന്. ഏതാണത്? താറാവ്, ഡക്ക് ആണല്ലേ. അടുത്തതായിട്ട് കുടുംബമായി താമസിക്കുന്ന ഒരു പക്ഷിയുണ്ടല്ലേ. ഏതാണത്? വേഴാമ്പൽ, ഹോൺബിൽ. പിന്നെ വീട്ടിലൊക്കെ വളർത്തുന്ന ഒരു പക്ഷിയുണ്ടല്ലേ. ഏത് പക്ഷിയാണത്? മാടപ്രാവ് അഥവാ പീജിയൻ. അപ്പോൾ ഇത്രയൊക്കെ പക്ഷികളെ നമുക്ക് ടീച്ചർ കാണിച്ചു തന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, എത്രയും വേഗം പഠിച്ചാൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ പാഠത്തിൽ ഫസ്റ്റ് തന്നെ നമുക്ക് വായിച്ചു നോക്കാനായിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സന്ധ്യയായാൽ കിളികൾ ചേക്കേറിയിരുന്നത് മുത്തശ്ശി ആലിലായിരുന്നു. സാനി എന്നും കൗതുകത്തോടെ അത് നോക്കി നിൽക്കും. എത്ര കിളികൾ, വ്യത്യസ്ത വലുപ്പത്തിൽ, നിറങ്ങളിൽ. ശബ്ദത്തിനുമുണ്ട് വൈവിധ്യം. നിങ്ങൾക്കും പക്ഷികളെ ഇഷ്ടമല്ലേ? അവയുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ സന്ധ്യയായാൽ മുത്തശ്ശി ആലിലായിരുന്നു കിളികളൊക്കെ ചേക്കേറിയിരുന്നത്. അപ്പോൾ സാനി എന്നും കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു കിളികളെയെല്ലാം. കുറേ കിളികളുണ്ടായിരിക്കും. പിന്നെ എന്താ, വ്യത്യസ്ത വലുപ്പത്തിലും നിറങ്ങളിലുമുള്ള പല നല്ല രസത്തിലൊക്കെയുള്ള നല്ല കിളികളുണ്ടായിരിക്കുമെന്നല്ലേ. മാത്രമല്ല ശബ്ദത്തിലുമുണ്ട് വൈവിധ്യം. ടീച്ചർ നമ്മളോട് പറഞ്ഞിരുന്നല്ലേ, ഈ പാഠം കഴിയുമ്പോഴേക്കും കൂട്ടുകാരെല്ലാവരും നല്ലൊരു പക്ഷി നിരീക്ഷകരാക്കാമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ പക്ഷി നിരീക്ഷകരാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നെല്ലാം ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നല്ലേ. കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ പക്ഷികളെയൊക്കെ? നല്ല രസമാണല്ലോ അവരുടെ ശബ്ദം കേൾക്കാനും അവരെ കാണാനുമെല്ലാം. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അവയുടെ പക്ഷികളുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണെന്നൊന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാവും പൊതുവായിട്ടുള്ള സവിശേഷതകൾ? അപ്പം നമുക്ക് 2 അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? ശരീരത്തിൽ തൂവലുകൾ ഉണ്ട്. രണ്ടാമത്തേത് എന്താണ്? മുട്ടയിടുന്നു. പിന്നെ പക്ഷികൾക്കൊക്കെ എന്താണ്? സംസാരശേഷി ഉണ്ടാവുമല്ലേ. എല്ലാ പക്ഷികളും സംസാരിക്കും. അവരുടേതായ രീതിയിലുള്ള സംസാരങ്ങൾ അവരൊക്കെ സംസാരിക്കും കേട്ടോ. ചില പക്ഷികൾ ചിലപ്പോൾ പാട്ട് പാടും. ഇനി നമുക്കതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കാം. അറ്റ് സൺസെറ്റ് ദി ബേർഡ്സ് ഫ്ലൂ ടു ദെയർ നെസ്റ്റ് ഇൻ ദി ഗ്രാൻഡ് ഓൾഡ് ബനിയൻ ട്രീ. അപ്പോൾ എവിടെയാണ് അവർ ചേക്കേറിയിരുന്നത്? ഗ്രാൻഡ് ഓൾഡ് ബനിയൻ ട്രീയിലായിരുന്നല്ലേ. സാനി ലുക്ക്ഡ് അറ്റ് ദിസ് വിത്ത് ഗ്രേറ്റ് ക്യൂരിയോസിറ്റി എവറി ഡേ. അപ്പം നല്ല ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് സാനി എപ്പോഴും അവയെ ശ്രദ്ധിച്ചിരുന്നു. സോ മെനി ബേർഡ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസ് ആൻഡ് കളർ. അപ്പോൾ കുറേ ബേർഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് സൈസിലും കളറിലും ഒക്കെ വ്യത്യാസമുള്ള കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. ഈവൻ ദെയർ സൗണ്ട്സ് ആർ ഡിഫറെൻറ്റ്. പിന്നെ എന്താണ്, അവരുടെ സൗണ്ടൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. ഡു യു ഓൾസോ ലൈക്ക് ബേർഡ്സ്? കൂട്ടുകാർക്ക് എല്ലാവർക്കും ബേർഡ്സിനെ ഇഷ്ടമല്ലേ. വാട്ട് ആർ ദെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്?
കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അവരുടെ? ഹാവ് ഫെദേഴ്സ് ഓൺ ദി ബോഡി, അവരുടെ ബോഡിയിൽ ഫെദേഴ്സ് തൂവലുകൾ ഉണ്ടായിരിക്കുമല്ലേ. ലേ എഗ്സ്, അവർ മുട്ടയിടുമല്ലേ. അപ്പോൾ അതൊക്കെയാണ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി കൂട്ടുകാർക്ക് അറിയാവുന്നതെല്ലാം കൂട്ടുകാർ അവിടെ എഴുതി ചേർക്കണം കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടല്ലേ ടീച്ചർ. എനിക്കറിയാവുന്ന പക്ഷികൾ, ബേർഡ്സ് ഐ നോ. അപ്പോൾ കൂട്ടുകാർക്ക് കുറേ പക്ഷികളായി അറിയാവുമായിരിക്കുമല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്ന പക്ഷികളെല്ലാം കൂട്ടുകാരെ എഴുതിയെടുക്കണം. അപ്പോൾ നോട്ട് പുസ്തകത്തിൽ ഒരു വിപുലമായിട്ടുള്ള ഒരു പട്ടിക തന്നെ നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറേ പക്ഷികളുടെ പേര് പറഞ്ഞു തരാം, അവരുടെ ഫോട്ടോയും കാണിച്ചു തരാം. കൂട്ടുകാരെ അവരുടെ പേരുകൾ മാത്രം നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുത്താൽ മതി. ഫോട്ടോ കിട്ടുമെങ്കിൽ ഒട്ടിച്ചോളൂ. പക്ഷെ നമ്മളോട് ടീച്ചർ ഫോട്ടോ ഒട്ടിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ഫോട്ടോ കാണിച്ചു തരുന്നത് കൂട്ടുകാർക്ക് ഏത് പക്ഷിയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിവിടെ ഫോട്ടോ സഹിതം കാണിച്ചു തരാം. കൂട്ടുകാർക്ക് ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, പേര് മാത്രം എഴുതിയാൽ മതി. ഫോട്ടോ പിന്നീട് നമുക്ക് ഒട്ടിക്കാട്ടോ. ആദ്യത്തെ പക്ഷി ബുഡ്ഗേരിഗർ, രണ്ടാമത്തേത് ഹമ്മിങ് ബേർഡ്, മൂന്നാമത്തേത് മൈന, നാലാമത്തേത് കാനറി, അഞ്ചാമത്തേത് റോബിൻ, ആറാമത്തേത് മക്കാവ്, ഏഴാമത്തേത് പിന്നെ പെലിക്കൻ, പിന്നെ ടൗസൻ, പിന്നെ ഡവ്, പിന്നെ കിങ്ഫിഷർ, പിന്നെ ഡക്ക്, ക്രൗ, സീഗൾ, പിന്നെ കോക്ടു, പിന്നെ ഇബൈസ്, സ്വാൻ, ഫിസൻറ്റ്, പീജിയൻ, ഈഗിൾ, വൾച്ചർ, ഹൗക്ക്, കോക്ക്, സ്പാരോ, പാരറ്റ്, ഓസ്ട്രിച്ച്, റിയ, ഔൾ, എഗ്രെറ്റ്, സ്പൂൺബിൽ, ഫ്ലാമിംഗോ. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് അവിടെ പേര് കാണാനില്ലെങ്കിൽ ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് അതേപോലെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. ഇത് ചിത്രം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ആ പക്ഷികൾ ഏതാണെന്ന് കൂടെ മനസ്സിലാകുമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. ബേർഡ്സ്, ബഡ്ഗേരിഗർ, ഹമ്മിങ് ബേർഡ്, മൈന, കാനറി, റോബിൻ, മക്കാവ്, പെലിക്കൻ, ടൗസൻ, ഡവ്, കിങ്ഫിഷർ, ഡക്ക്, ക്രോ, സീഗൾ, കോക്കാറ്റു, വുഡ്പെക്കർ, ഇബൈസ്, സ്വാൻ, ഫിസൻറ്റ്, പീകോക്ക്, പീജിയൻ, ഈഗിൾ, വൾച്ചർ, ഹൗക്ക്, കോക്ക്, സ്പാരോ, പാരറ്റ്, ഓസ്ട്രിച്ച്, റിയ, ഔൾ, ഇഗ്രെറ്റ്, സ്പൂൺബിൽ, ഫ്ലാമിംഗോ. അപ്പോൾ ഇതൊക്കെയാണ് ബേർഡ്സ്. അപ്പോൾ ഇനിയും കുറേ ബേർഡ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ ഇതിൻ്റെ കൂടെ എഴുതിയിട്ട് ഇത് വിപുലപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർ ഇതുപോലെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. ഇനി ഇതിൻ്റെ മലയാളം മീഡിയം നോക്കാം. പക്ഷികൾ: കാക്ക, പ്രാവ്, കുരുവി, അരയന്നം, മയിൽ, പരുന്ത്, തത്ത, മൂങ്ങ, പിടക്കോഴി, താറാവ്, ഒട്ടകപ്പക്ഷി, പൂവൻ കോഴി, ടർക്കി, പെൻക്വിൻ പക്ഷി, പൊന്മാന്, കൊക്ക്. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഇതിൽ നോക്കി എഴുതിയെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് വേറെ ഞാൻ എഴുതുന്നില്ല. അപ്പോൾ ഇത് കൂട്ടുകാർ ഇതിൻ്റെ പേരുകൾ മാത്രം എഴുതിയെടുക്കുക നോട്ട് പുസ്തകത്തിലേക്ക്, പക്ഷികൾ എന്ന ഹെഡിങ് കൊടുത്തിട്ട്. അടുത്തതായിട്ട് പേരുകൾ പറയാമോ? നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെല്ലാം പക്ഷികളുടെ പേരറിയാം? അപ്പം നമ്മളത് എഴുതിയല്ലേ, അത് നമ്മൾ എഴുതിയതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് നോക്കിയിട്ട് അതുപോലെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. അതിൽ കൂടുതൽ പക്ഷികളെ കൂട്ടുകാർക്ക് എഴുതി ചേർക്കാം കേട്ടോ. ചില പക്ഷികളുടെ ചിത്രം നോക്കൂ. ചിത്രത്തിന് താഴെ അവയുടെ പേരുകൾ എഴുതി ചേർക്കുമല്ലോ. അപ്പം നമുക്കവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. അപ്പം നമുക്കവിടെ അവരുടെ പേരുകൾ എഴുതി ചേർക്കാം. ആദ്യത്തേത് തത്ത, രണ്ടാമത്തേത് മൈന, 3 മരം കൊത്തി, 4 പൊന്മാൻ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ പേരുകളൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. Can you name them? Mention the names of the birds seen in your locality. Look at the pictures of some birds. Write their names in the boxes below the picture. അപ്പോൾ 4 പിക്ചറിൻ്റെ അടിയിൽ അതിൻ്റെ ഒക്കെ നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് പാരറ്റ്, രണ്ടാമത്തേത് മൈന, മൂന്നാമത്തേത് വുഡ്പെക്കർ, നാലാമത്തേത് കിങ്ഫിഷർ. അപ്പോൾ ഇതുപോലെ എല്ലാ കൂട്ടുകാരും എഴുതിയെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ വർക്കുകളാണ് നമുക്ക് ഇന്ന് ടീച്ചർ തന്നിട്ടുള്ളത്. അപ്പോൾ വർക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് കൂട്ടുകാർ ചെയ്തിട്ട് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. മാത്രമല്ല നമുക്ക് ഇന്ന് ബേർഡിനെ ഉണ്ടാക്കാൻ ടീച്ചർ പഠിപ്പിച്ചു തന്നല്ലേ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരും പക്ഷിയെ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.